ഭാഗത്തുനിന്നുമൊക്കെ പ്രതികരണം ഉണ്ടാകും. ഒരു വിധത്തിലേക്ക് പി ബസന്ത നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബസന്ത, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ തള്ളിപ്പറയലുകൾ ഉണ്ടായിരിക്കുന്നു, വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും നടപടി വൈകിക്കൂടാ എന്ന നിലവിളികൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാക്കളടക്കം തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയാണ്. ഇപ്പോൾ അമല് പറയുകയാണ്, കെ മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഉണ്ടാകുന്നൊരു വലിയ ബുദ്ധിമുട്ട്, അവരുടെ പ്രസ്ഥാനത്തിന് ആകമാനം ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട്, ആത്മാഭിമാന പ്രശ്നം, ഇതൊക്കെ കോൺഗ്രസ് അതിജീവിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഈ ഇത്തരത്തിലൊരു ആരോപണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഇനി താങ്ങാൻ കഴിയാത്ത ഒന്നാണ്. ഒരു ലൈംഗിക ആരോപണം, ഒരു ലൈംഗിക ആരോപണത്തിന്റെ പുറത്ത് അധികാരം നഷ്ടപ്പെട്ടതാണ് കോൺഗ്രസിന് 10 കൊല്ലം മുമ്പ്. ഇനി വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കർശന നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതാണ്. അപ്പോൾ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവർ ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ബൈ ഇലക്ഷനിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ ഒരു ബൈ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നേരത്തെ അമൽ പറഞ്ഞ പോലെ തന്നെ മുമ്പ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ MLA-മാർക്കെതിരെയൊക്കെ ഇത്തരത്തിൽ ആരോപണം വന്നിട്ടുണ്ട്, CPM-ലെ MLA-മാർക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ MLA സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല, പാർട്ടി നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം, പരസ്യമായി ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ പാർട്ടി നേതാക്കൾക്ക് പൊതുവേദിയിൽ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം, അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. രാഹുലിനെതിരെ ഒരു കർക്കശ നടപടി ഹൈക്കമാൻഡ് എടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നേതാക്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് നടപടിയെടുത്തു എന്നുള്ളത്. മറ്റൊന്ന് MLA സ്ഥാനമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിയമപ്രകാരം തന്നെ 6 മാസത്തിൽ കൂടുതൽ നിയമസഭയ്ക്ക് ടേം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അഥവാ രാജിവെച്ചാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ അത്തരം ഒരു അനിശ്ചിതാവസ്ഥ എന്ന കാര്യം ഏറെക്കുറെ പാർട്ടി ഉറപ്പാക്കുന്നുണ്ട് അല്ലേ? കാരണം 140 മണ്ഡലങ്ങളിലും ഈ കാര്യം വിശദീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ രാജിവെക്കുകയാണ് എങ്കിൽ പാലക്കാട്ട് അല്ലെങ്കിൽ കുറച്ചിടങ്ങളിലൊക്കെ ഒന്ന് പറഞ്ഞു പോകും എന്നതിനപ്പുറത്ത് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കോൺഗ്രസിന് ചിന്തിക്കേണ്ടതേ ഇല്ല അല്ലേ ബസന്ത്? അതിനി കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്ന ഒരാൾക്ക് അടുത്തവണ സീറ്റ് നൽകും. കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി എന്ന് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ സീറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു തെളിവെടുപ്പിൻ്റെ ഒരു ആവശ്യമൊന്നും അവിടെ ഇല്ല. അടുത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ടാവില്ല. അത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റ് ചില ആരോപണങ്ങളുടെ കാര്യത്തിൽ അവർക്ക് കൃത്യമായ തെളിവുണ്ട്. പക്ഷേ ഇത് വളരെ കൃത്യമായി തന്നെ പരസ്യമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നു, പേരെടുത്ത് പറഞ്ഞുള്ള ആരോപണങ്ങൾ വരുന്നു, പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പാർട്ടി ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ പോലും ഒരുപക്ഷെ കണക്കിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തവണ നിയമസഭാ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു പോംവഴിയും കോൺഗ്രസിന് മുന്നിലില്ല. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മത്സരിക്കേണ്ടുന്ന ഒരു സാധ്യതയും പാർട്ടി അവശേഷിപ്പിക്കില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതിന് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു, പാർട്ടി അത് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് നിമിഷവും അങ്ങനെ ഒരു രാജ്യപ്രഖ്യാപനം ഉണ്ടാകും, അല്ലെങ്കിൽ രാജ്യ ഔദ്യോഗികമായി ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ